Hi students, welcome to the lecture. Today we will be dealing with community indifference curve. I hope all of you are fine. Without much delay, let's move on to the topic, community indifference curve. Before moving to indifference curve, let us know what is an indifference curve. Okay. Indifference curve pertaining to an individual consumer depicts different combinations of the two commodities which provide equal satisfaction and are therefore equally preferred. Similarly, a community indifference curve or social indifference curve represents such combinations of two commodities which give equal satisfaction to the community and it is indifferent about those combinations. അതായത് ഇൻഡിഫറൻസ് കർവ് നമ്മൾ എടുക്കുകയാണ് ഒരു ഇൻഡിവിജ്വലിനെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു ഇൻഡിഫറൻസ് കർവ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇൻഡിഫറൻസ് കർവിൽ പ്രധാനമായിട്ട് കാണിക്കുന്ന എന്താണ്, രണ്ട് കമ്മോഡിറ്റീസിൻ്റെ കോമ്പിനേഷൻസാണ് നമ്മളതിൽ കാണിക്കുന്നത്. സോ ആ കോമ്പിനേഷൻസ് ഓരോ വ്യക്തിക്കും ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കണം പ്രൊവൈഡ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഇത് ഈക്വലി പ്രിഫറബിൾ ആയിരിക്കും. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ മറ്റൊരു പേര് സോഷ്യൽ ഇൻഡിഫറൻസ് കർവ് എന്നാണ്. ഇത് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നതും രണ്ട് കമ്മോഡിറ്റീസിൻ്റെ കോമ്പിനേഷൻസ് ആണ്. അത് ഓരോ കമ്മ്യൂണിറ്റിക്കും ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കണം കൊടുക്കേണ്ടത്. അതിന് കോമ്പിനേഷൻ എന്താണെങ്കിലും അത് പ്രൊവൈഡ് ചെയ്യേണ്ടത് കമ്മ്യൂണിറ്റിക്ക് ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ ആണ്, അല്ലെങ്കിൽ അത് അങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എങ്കിൽ അതൊരു കമ്മ്യൂണിറ്റി ഇൻഡിഫറൻസ് കർവാണ്. സോ ഇൻഡിഫറൻസ് കർവ് ഇൻഡിവിജ്വലിനെ ബേസ് ചെയ്തിട്ടും കമ്മ്യൂണിറ്റീനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. സോ കമ്മ്യൂണിറ്റിയുടെ സാറ്റിസ്ഫാക്ഷൻ ബൈ ലുക്കിംഗ് ഓൺ ടു കമ്മോഡിറ്റീസ് കോമ്പിനേഷൻസ് അത് നോക്കുമ്പോഴാണ് നമുക്ക് ഇത് കാണാനായിട്ട് സാധിക്കുന്നത്. എന്ത് കമ്മ്യൂണിറ്റി ഇൻഡിഫറൻസ് കർവ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി കമ്മ്യൂണിറ്റി ഇൻഡിഫറൻസ് കർവ് ആർ ഡിറൈവ്ഡ് ബൈ ദ അഗ്രിഗേഷൻ ഓഫ് ഇൻഡിഫറൻസ് കർവ് ഓഫ് ഓൾ ദ ഇൻഡിവിജ്വൽസ് ഇൻ ദ സൊസൈറ്റി. കമ്മ്യൂണിറ്റി ഇൻഡിഫറൻസ് കർവ് ഉണ്ടാക്കുന്നത് പറഞ്ഞിരിക്കുന്നത് എല്ലാ ഇൻഡിവിജ്വൽസിൻ്റെയും ഇൻഡിഫറൻസ് കർവിൽ നമ്മൾ സം ചെയ്തുകൊണ്ട് നോക്കുമ്പോഴാണ് നമുക്ക് കമ്മ്യൂണിറ്റി ഇൻഡിഫറൻസ് കർവ് കിട്ടുന്നത്. എല്ലാ കോമ്പിനേഷൻസും സോഷ്യൽ ഇൻഡിഫറൻസ് കർവിൽ സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും നൽകുന്നത്. അതായത് ഇപ്പം ടേക്ക് എ ഗുഡ് എ ആൻഡ് ഗുഡ് ബി, അല്ലെങ്കിൽ രണ്ട് കമ്മോഡിറ്റീസ് എ ആൻഡ് ബി എടുക്കുകയാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും കോമ്പിനേഷൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഓരോ കമ്മ്യൂണിറ്റിക്കും എങ്ങനെയായിരിക്കും സാറ്റിസ്ഫാക്ഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്, ഈക്വൽ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ദ ഇൻക്രീസ് ഇൻ ദ ക്വാണ്ടിറ്റി ഓഫ് വൺ കമ്മോഡിറ്റി മസ്റ്റ് കറസ്പോണ്ട് വിത്ത് സം ഡിക്രീസ് ഇൻ ദ ക്വാണ്ടിറ്റി ഓഫ് അതർ കമ്മോഡിറ്റി. കോൺസിക്വൻ്റ്ലി ദ കമ്മ്യൂണിറ്റി ഓർ ദ സോഷ്യൽ ഇൻഡിഫറൻസ് കർവ് സ്ലോപ്സ് ഡൗൺവേർഡ്സ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. അതായത് കമ്മ്യൂണിറ്റി ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞിരിക്കുന്നത് സ്ലോപ്സ് ഡൗൺവേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇങ്ങനെയായിരിക്കും പോകുന്നത്. അതിന് കാരണം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇപ്പം നമ്മളൊരു കോമ്പിനേഷൻ, ഇവിടെ ഒരു എക്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഗുഡും ഇവിടെ ഒരു വൈ എന്ന് പറഞ്ഞിരിക്കുന്ന ഗുഡും എടുക്കുകയാണെങ്കിൽ എക്സിൻ്റെ ഇൻക്രീസ്ഡ് ക്വാണ്ടിറ്റി വൈയുടെ ഡിക്രീസ്ഡ് ക്വാണ്ടിറ്റി ആയിരിക്കും നമ്മൾ കമ്പൈൻ ചെയ്യുന്നത്, അല്ലേ? അങ്ങനെ ഓരോ പോയിന്റിലും ഈ ഇൻഡിഫറൻസ് കർവിൽ വന്നിരിക്കുന്ന ഓരോ പോയിന്റിലും കമ്മ്യൂണിറ്റിക്ക് ഈക്വൽ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണ് ലഭിക്കുന്നത് എങ്കിൽ അതിനെയാണ് നമ്മൾ കമ്മ്യൂണിറ്റി ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്. So I think you are clear with the session. Moving on further, ഇതാണ് ഇൻഡിഫറൻസ് കർവ്. കമ്മ്യൂണിറ്റി ഇൻഡിഫറൻസ് കർവിൽ നമ്മൾ കാണുന്നത് ഈ IC എന്ന് പറഞ്ഞിരിക്കുന്നതാണ് കമ്മ്യൂണിറ്റി ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്. ഇതിൽ എക്സ് ആക്സിസിൽ എക്സ് കമ്മോഡിറ്റിയും വൈ ആക്സിസിൽ വൈ കമ്മോഡിറ്റിയാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. സോ ഈ പി ക്വാണ്ടിറ്റി ഓഫ് വൈയും ഇതുണ്ടോ, ഇപ്പോൾ OQ ക്വാണ്ടിറ്റി ഓഫ് എക്സും OP ക്വാണ്ടിറ്റി ഓഫ് വൈയും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇത്തരം കോമ്പിനേഷൻസാണ്. എ എന്ന് പറഞ്ഞിരിക്കുന്നതിലാണ് ഇത് കമ്പൈൻ ചെയ്തിരിക്കുന്നത്. അത് ഈക്വൽ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ബി എന്ന് പറഞ്ഞിരിക്കുന്ന പോയിന്റിലും ഈക്വൽ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ IC എന്ന് പറഞ്ഞിരിക്കുന്നതായിരിക്കും എന്ത് കമ്മ്യൂണിറ്റി ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്. മൂവിങ് ഓൺ, മുൻപേ കാണിച്ച ഫിഗറിൽ IC എന്ന് പറഞ്ഞിരിക്കുന്നതാണ് കമ്മ്യൂണിറ്റി ഇൻഡിഫറൻസ് കർവ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു. എ എന്ന് പറഞ്ഞിരിക്കുന്നത് ബി എന്ന് പറഞ്ഞിരിക്കുന്നതും ആ രണ്ട് കമ്മോഡിറ്റീസിൻ്റെ കോമ്പിനേഷനാണ്. XY എന്ന് പറഞ്ഞിരിക്കുന്ന രണ്ട് കമ്മോഡിറ്റീസ് നമ്മൾ കണ്ടു. ആ രണ്ട് കമ്മോഡിറ്റീസിൻ്റെ കോമ്പിനേഷൻസാണ് എ എന്നും ബി എന്നും പറഞ്ഞ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഈക്വൽ സാറ്റിസ്ഫാക്ഷനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. കോമ്പിനേഷൻ എ എന്ന് പറഞ്ഞിരിക്കുന്നതിൽ
ഒ ക്യു ഓഫ് എക്സും ഒ പി ഓഫ് വൈയും ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ബി എന്ന് പറഞ്ഞിരിക്കുന്ന കോമ്പിനേഷനിൽ ഒ ക്യു വൺ ഓഫ് എക്സും ഒ പി വൺ ഓഫ് വൈയും ആണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി ബി എന്ന് പറഞ്ഞിരിക്കുന്ന കോമ്പിനേഷനിൽ സൊസൈറ്റി എക്സിൻ്റെ കൺസപ്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതും അതുപോലെ തന്നെ വൈൻ്റെ കൺസപ്ഷൻ ഡിക്രീസ് ചെയ്യുന്നതും കാണാനായിട്ട് സാധിക്കും. സോ ദാറ്റ് ഈ കോമ്പൻസേറ്റിംഗ് വേരിയേഷൻ ഇൻ സാറ്റിസ്ഫാക്ഷൻ ബോത്ത് എയിലും ബിയിലും ഈക്വലി പ്രിഫർ ചെയ്യാനായിട്ടുള്ള ഒരു ചാൻസസ് ആണ് നമുക്ക് നൽകുന്നത്. മനസ്സിലായോ? അതായത് നമ്മൾ മുൻപത്തെ ഫിഗറിലോട്ടേക്ക് ഒന്നും കൂടി പോവുകയാണ്. അപ്പോൾ ഇവിടെ കണ്ടോ, എക്സിലും വൈയിലും നമ്മൾ കാണിച്ചിരിക്കുന്നത് നമ്മൾ എന്തൊക്കെ കാണാനായിട്ട് സാധിക്കുന്നു? കോമ്പിനേഷൻസ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഒ ക്യു വൺ എന്ന് പറഞ്ഞിരിക്കുന്ന കമ്മോഡിറ്റി എക്സ് നമ്മൾ വാങ്ങിച്ചപ്പോൾ നേരത്തെ നമ്മൾ മേടിച്ചിരുന്ന ഒ പിയിൽ നിന്നും ഒ പി വൺ ആയിട്ട് കമ്മോഡിറ്റിയുടെ ക്വാണ്ടിറ്റി കമ്മോഡിറ്റിയുടെ ക്വാണ്ടിറ്റി കുറയുവാണ് ചെയ്തിരിക്കുന്നത്. സോ അത് അങ്ങനെ ആ ഒരു കോമ്പൻസേറ്റിംഗ് വേരിയേഷൻസ് വന്നാലും അത് ഈക്വലി പ്രിഫേർഡ് ആണ്, അല്ലെങ്കിൽ ആ വേരിയേഷൻ അനുസരിച്ചും ഒരു ഈക്വലി പ്രിഫർ ചെയ്യാനായിട്ട് ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിക്ക് പറ്റുന്നു. അതാണ് നമ്മൾ കമ്മ്യൂണിറ്റി ഇൻഡിഫറൻസ് കർവിനകത്തോടെ കാണിക്കുന്ന കാര്യം. ഇനി മൂവിങ് ഓൺ, if a series of community indifference curve is shown such that higher the indifference curve, higher is the level of satisfaction from combinations lying upon it and vice versa. അതായത് ഇപ്പോൾ എന്താണ്, നമ്മൾ ഒരു സീരീസ് ഓഫ് കമ്മ്യൂണിറ്റി ഇൻഡിഫറൻസ് കർവ് ആണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ മുൻപേ കണ്ടത് ഒറ്റ കമ്മ്യൂണിറ്റി ഇൻഡിഫറൻസ് കർവാണ്. അതുപോലെ തന്നെ സീരിയസ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ഇൻഡിഫറൻസ് കർവ് നോക്കുമ്പോഴത്തേക്കും അതിൽ ഹയർ ഇൻഡിഫറൻസ് കർവ് കാണിക്കുന്നത് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദ കോമ്പിനേഷൻസ് ആയിരിക്കും. അപ്പം നമ്മൾ ഇൻഡിഫറൻസ് കർവ്, കമ്മ്യൂണിറ്റി ഇൻഡിഫറൻസ് കർവ് നോക്കുമ്പോഴത്തേക്കും അതിന് ഏറ്റവും ഹയർ ആയിട്ടുള്ള ഇൻഡിഫറൻസ് കർവ് കാണിക്കുന്നത് ഹയർ കോമ്പിനേഷൻസ് ആയിരിക്കും. അത് ഹയർ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും നൽകുന്നത്. ഓക്കെ, സോ നമ്മൾ ഇത് കാണിക്കുന്ന ഈ സോഷ്യൽ ഇൻഡിഫറൻസ് കർവ്സിന് ഒരുമിച്ച് കാണിക്കുന്ന ഡയഗ്രമാണ് ഈ പറഞ്ഞിരിക്കുന്നത് ഫിഗർ 4.3. ഇതിൽ IC1, IC2, IC3 എന്ന് പറഞ്ഞിരിക്കുന്ന 3 കമ്മ്യൂണിറ്റി ഇൻഡിഫറൻസ് കർവാണ് കാണിച്ചിരിക്കുന്നത്. ഇതിൽ ഈ IC3 ആണ് ഹയസ്റ്റ് ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്. ഇവിടെയാണ് കോമ്പിനേഷൻസ് ഹൈലി സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടുന്നത്. അതായത് ഒ ക്യു ടു ഓഫ് കമ്മോഡിറ്റി എക്സും ഒ പി ടു ഓഫ് കമ്മോഡിറ്റി വൈയും നമുക്ക് മേടിക്കാനായിട്ട് സാധിക്കുന്നു. സോ കമ്മ്യൂണിറ്റിക്ക് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയായിരിക്കും? നല്ല കൂടുതലായിരിക്കും ഈ ഒരു സിറ്റുവേഷനിൽ. ഓക്കെ, മൂവിങ് ഓൺ, നമ്മൾ മുൻപേ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെ ഒന്നും കൂടി അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുകയാണ്. ദ സ്ലോപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവ് ഇസ് മെഷേർഡ് ബൈ ദ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ നമ്മൾ ഇൻഡിഫറൻസ് കർവിൻ്റെ സ്ലോപ്പ് മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്? മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് എക്സ് ഫോർ വൈ. അതായത് എക്സ് എത്രത്തോളം വൈക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷനിൽ നോക്കുന്നത്. സോ അതിൻ്റെ സ്ലോപ്പ് അല്ലെങ്കിൽ ഇൻഡിഫറൻസ് കർവിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് എക്സ് ഫോർ വൈ ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് വൈ വിച്ച് ദ സൊസൈറ്റി ഗീവ്സ് അപ്പ് ഇൻ ഓർഡർ ടു ഹാവ് സം ക്വാണ്ടിറ്റി ഓഫ് എക്സ്. എക്സിൻ്റെ അഡീഷണൽ ക്വാണ്ടിറ്റിക്ക് വേണ്ടിയിട്ട് വൈ എത്രമാത്രം വേണ്ടാന്ന് വെക്കുന്നു, അതാണ് നമ്മൾ ഇതിനകത്ത് നോക്കുന്നത്. ഓക്കെ, ഇപ്പം എക്സ് വൈ എന്ന് പറഞ്ഞിരിക്കുന്നതിൽ ക്വാണ്ടിറ്റി ഓഫ് വൈ വിച്ച് ദ സൊസൈറ്റി ഗീവ്സ് അപ്പ്, എത്രമാത്രം വൈ വേണ്ടാന്ന് വെക്കുന്നു ഇൻ ഓർഡർ ടു ഹാവ് ദ ക്വാണ്ടിറ്റി ഓഫ് എക്സ്. ഇറ്റ് ഈസ് മെഷേർഡ് ബൈ ദ റേഷ്യോ ഓഫ് ദ ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി ഓഫ് വൈ ടു ദ ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി ഓഫ് എക്സ്. അതായത് റേഷ്യോ ഓഫ് ചേഞ്ച് ആണ് നമ്മൾ നോക്കുന്നത്. സോ ഇതിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി ഓഫ് വൈ ബൈ ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി ഓഫ് എക്സ് ആണ് നമ്മൾ ഈ ഒരു കാര്യം നോക്കുന്നതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. ദെൻ ആസ് ദ കമ്മ്യൂണിറ്റി ഇൻക്രീസസ് ദ കൺസപ്ഷൻ ഓഫ് അഡീഷണൽ യൂണിറ്റ് ഓഫ് എക്സ്, ഇറ്റ് മേ ബി വില്ലിംഗ് ടു ഗീവ് അപ്പ് ലെസ് and less quantities of y. Consequently, the marginal rate of substitution xy goes on diminishing and the community indifference curve follows the path of negatively sloping convex curve to the origin. Okay, ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? നമ്മളിപ്പോൾ വൈ അഡീഷണൽ ആയിട്ട് അല്ലെങ്കിൽ എക്സ് അഡീഷണൽ ആയിട്ട് വേണ്ടി നമ്മൾ മേടിക്കാനായിട്ട് തീരുമാനിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ വൈൻ്റെ കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ വൈ നമ്മൾ മേടിക്കുന്നത് ഡിക്രീസ് ചെയ്യും അല്ലേ? അതായത് ഇപ്പോൾ എക്സ് എന്ന് പറഞ്ഞിരിക്കുന്ന കമ്മോഡിറ്റി നമ്മൾ വാങ്ങിക്കാനായിട്ട് തീരുമാനിച്ചു. സോ അതിൻ്റെ അഡീഷണൽ ക്വാണ്ടിറ്റി നമ്മൾ മേടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വൈ എന്ന് പറഞ്ഞിരിക്കുന്ന കമ്മോഡിറ്റിയുടെ നമ്മൾ മേടിക്കുന്ന എമൗണ്ട് കുറയ്ക്കേണ്ടതായിട്ട് വരും. സോ അതൊരു ഡിമിനിഷിങ് സ്റ്റേജ് ആയിരിക്കും കാണിക്കുന്നത്. അതുകൊണ്ടാണ് ലെഫ്റ്റ് ടു റൈറ്റ് ഡിമിനിഷിങ് റീജിയൻസിലോട്ടേക്ക് ഈ ഒരു കമ്മ്യൂണിറ്റി ഇൻഡിഫറൻസ് കർവ് മൂവ് ചെയ്തിരിക്കുന്നത്. അതിനെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ കാണിച്ചിരിക്കുന്നത്.
Okay, like the indifference curve of an individual, the community indifference curve has same set of properties. അതുപോലെ തന്നെ നമ്മൾ ഇൻഡിഫറൻസ് കർവ് ഓഫ് ഇൻഡിവിജ്വൽ എന്താണ് നമുക്ക് ഓൾറെഡി അറിയാം. സോ കമ്മ്യൂണിറ്റി ഇൻഡിഫറൻസ് കർവിനും ആ സെയിം പ്രോപ്പർട്ടീസ് ആണ് ഉള്ളത്. സോ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രോപ്പർട്ടീസ് ഓഫ് കമ്മ്യൂണിറ്റി ഇൻഡിഫറൻസ് കർവ്. സ്ലോപ്സ് നെഗറ്റീവ്ലി താഴോട്ടേക്കാണെന്ന് നമ്മൾ പറഞ്ഞു. ഇങ്ങനെയാണ് സ്ലോപ്പ് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് കോൺവെക്സ് ടു ദ ഒറിജിൻ. നോക്കാം, ഒറിജിന് കോൺവെക്സ് ആയിട്ടാണ് ഇത് വരുന്നത്. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ഇൻ്റർസെക്റ്റിംഗ്. ഇത് ഇങ്ങനെ ഇൻ്റർസെക്റ്റ് ചെയ്തൊന്നും പോകുന്നില്ല. ഇറ്റ് ഈസ് ജസ്റ്റ് മൂവിങ് ഡൗൺവേർഡ്, സ്ലോപ്പിംഗ് നെഗറ്റീവ്ലി. ഇറ്റ് ഈസ് കോൺവെക്സ് ടു ദ ഒറിജിൻ ആൻഡ് ഇറ്റ് വിൽ നോട്ട് ഇൻ്റർസെക്റ്റ്. ഇത്രയാണ് ഇതിൻ്റെ പ്രോപ്പർട്ടീസ്. കമ്മ്യൂണിറ്റി ഇൻഡിഫറൻസ് കർവിൻ്റെ പ്രോപ്പർട്ടീസും അതേപോലെ ഇൻഡിവിജ്വൽ ഇൻഡിഫറൻസ് കർവിൻ്റെ പ്രോപ്പർട്ടീസും ഓൾമോസ്റ്റ് സെയിം തന്നെയായിരിക്കും. മൂവിങ് ഓൺ, ഇനി നമ്മളിതിൻ്റെ ക്രിറ്റിസിസംസ് ആണ് നോക്കുന്നത്. The device of community indifference curve has been employed in the analysis of problems relating to the international trade. നമ്മൾ ഈ ഒരു കമ്മ്യൂണിറ്റി ഇൻഡിഫറൻസ് കർവ് പ്രധാനമായിട്ടും യൂസ് ചെയ്തിരിക്കുന്നത് ഇൻ്റർനാഷണൽ ട്രേഡിൻ്റെ അകത്തുണ്ടാകുന്ന പ്രോബ്ലംസിനെ അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ആൻഡ് ഇറ്റ് ഈസ് ബൈ സെവറൽ പ്രൊമിനൻറ്റ് ഇക്കണോമിക്സ് ലൈക്ക് എൽസ്വർത്ത്, ജോൺസൺ, ലോൺറ്റിഫ്, സോഡർസ്റ്റെയിൻ ആൻഡ് വാൻകി. There are at the same time several theorists who raise certain objections against their use. അതായത് നമ്മൾ ഇൻ്റർനാഷണൽ ട്രേഡിന് ഉണ്ടാകുന്ന പ്രോബ്ലംസിനെ അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കമ്മ്യൂണിറ്റി ഇൻഡിഫറൻസ് കർവ് യൂസ് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞല്ലോ. സോ അതിന് കുറേ ഒബ്ജെക്ഷൻസും വരുന്നുണ്ട്. സോ ഒബ്ജെക്ഷൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വൺ, അഗ്രിഗേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ടേസ്റ്റ് ഓർ പ്രിഫറൻസസ്. ഓക്കെ, ദ കമ്മ്യൂണിറ്റി ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ് കാണിക്കുന്നത്? അഗ്രിഗേഷൻ ഓഫ് ദ പ്രിഫറൻസസ് ഓഫ് ദ ഇൻഡിവിജ്വൽ കൺസ്യൂമേഴ്സ്. ഇൻഡിവിജ്വൽ ഇൻഡിഫറൻസ് കർവ് ഒരു ഇൻഡിവിജ്വലിൻ്റെ പ്രിഫറൻസ് ആണ് കാണിക്കുന്നത്. കമ്മ്യൂണിറ്റി ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞിരിക്കുന്നത് അഗ്രിഗേറ്റ് പ്രിഫറൻസ് ഓഫ് ഇൻഡിവിജ്വൽസ് ആണ് കാണിക്കുന്നത്. അതിൻ്റെ കൺസ്ട്രക്ഷനിൽ a highly oversimplifying assumption is taken that taste patterns of the consumers are identical. സോ ഇങ്ങനെ നമ്മൾ കമ്മ്യൂണിറ്റി ഇൻഡിഫറൻസ് കർവിൽ അസ്യൂം ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് എന്ത്? ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് കൺസ്യൂമേഴ്സ് ഐഡൻറ്റിക്കൽ ആയിരിക്കും എന്നുള്ളത്. ഈ അസംഷൻ ഇഗ്നോർസ് ദ ഇൻ്റർപേഴ്സണൽ ഡിഫറൻസസ് ഇൻ ടേസ്റ്റ്. സോ ഈ ഒരു അസംഷൻ വന്നു കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് ഇൻ്റർപേഴ്സണൽ ഡിഫറൻസസിനകത്ത് എന്ത് പറ്റും? ചേഞ്ചസ് ഉണ്ടാകും. നമുക്ക് ഓൾറെഡി അറിയാം, ഒരു മനുഷ്യൻ്റെ ടേസ്റ്റ് അല്ല അടുത്ത ആളുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഡിഫറെൻ്റ് ആണ്. സോ ആ ഒരു അസംഷൻ, ആ ടോട്ടൽ കണ്ടീഷനെ ഇഗ്നോർ ചെയ്ത് കളയാണ് ചെയ്തിരിക്കുന്നത്. സോ ദെയർ ഇസ് നോ ഇൻകൺസിസ്റ്റൻസി ബിറ്റ്വീൻ ടേസ്റ്റ് ഓഫ് ഇൻഡിവിജ്വൽസ് ഓഫ് ദ സൊസൈറ്റി ഫ്രം ടൈം പീരിയഡ് ടു പീരിയഡ്. ഓക്കെ, the changes take place from time to time in the preferences of both individuals and community. These differences are not only creating problems in the aggregation of pattern or preferences, but also necessitate changes in the indifference map of the society. It becomes difficult to the state whether a community was better off or after the changes in the taste. സോ ഇതാണ് ഒന്നാമത്തെ ക്രിറ്റിസിസം എന്ന് പറഞ്ഞിരിക്കുന്നത്. അഗ്രിഗേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് ആണ് ആദ്യത്തെ ഒബ്ജെക്ഷൻ. ഇനി നമ്മൾ രണ്ടാമത്തെ ഒബ്ജെക്ഷൻ എന്താണെന്ന് നോക്കാം. കാർഡിനൽ മെഷർമെൻറ്റ് ഓഫ് യൂട്ടിലിറ്റി. The community indifference curve suffers from the defect of cardinal measurement of utility. അതാണ് ഇതിൻ്റെ രണ്ടാമത്തെ ഒബ്ജെക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. Then it is said that combination of C എന്ന് പറഞ്ഞിരിക്കുന്നത് better than B and B is better than A. It involves transitivity. The extent by which C and B are better than A can be stated only on the basis of some explicit social welfare function which converts the ordinal into quantifiable cardinal utility. Without an international social welfare function, it is difficult to determine whether a gain of $1 to the country X is equivalent to the $1 gain of another country. അതായത് ഒന്നാമത്തെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു, അഗ്രിഗേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് ആണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് കാർഡിനൽ മെഷർമെൻറ്റ് ഓഫ് യൂട്ടിലിറ്റിയാണ്. നമുക്ക് എപ്പോഴും പ്രിഫർ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എ എന്ന് പറഞ്ഞിരിക്കുന്നത് ബിയിനേക്കാളും ബെറ്ററാണ്, അല്ലെങ്കിൽ ബി എന്ന് പറഞ്ഞിരിക്കുന്നത് സിയിനേക്കാളും ബെറ്ററാണ്, അങ്ങനെയൊക്കെ നമുക്ക് പറയാനായിട്ട് സാധിക്കുക. അല്ലെങ്കിൽ സി എന്ന് പറഞ്ഞിരിക്കുന്നത് ബിയിനേക്കാളും ബെറ്ററാണ്, ബി എന്ന് പറഞ്ഞിരിക്കുന്നത് എയിനേക്കാളും ബെറ്ററായിട്ടാണ് ഇരിക്കുന്നത്. അതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ബെറ്ററാണ്. ഇതൊരു ട്രാൻസിറ്റിവിറ്റിയാണ് കാണിക്കുന്നത്. The extent by which C and B is better than A can only be stated on the basis of some social welfare function. So അപ്പോൾ നമുക്ക് എന്താ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്? സി എന്ന് പറഞ്ഞിരിക്കുന്നത് എയിനേക്കാളും ബിയിനേക്കാളും എത്രമാത്രം ബെറ്റർ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അവിടെ ഒരു സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ ഉണ്ടായെങ്കിൽ മാത്രമാണ് നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. പക്ഷേ
Without this international social welfare function, it is very difficult to determine whether $1 ഒരു കൺട്രി ഗെയിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് ഈക്വലൻറ്റ് ടു ദ $1 ഗെയിൻ ഓഫ് അനദർ കൺട്രി. അതായത് രണ്ട് കൺട്രീൻ്റെ ഗെയിനിങ് ഈക്വൽ ആണോ, അല്ലെങ്കിൽ അതിൻ്റെ പ്രിഫറൻസസ് എങ്ങനെയായിരിക്കും, അങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കണമെങ്കിൽ ഒരു സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ ഉണ്ടായിരിക്കണം. സോ അതില്ലാത്തടത്തോളം കാലം നമുക്ക് ആ ഒരു പ്രിഫറബിലിറ്റി നോക്കാനായിട്ട് സാധിക്കത്തില്ല. സോ കാർഡിനൽ മെഷർമെൻറ്റ് ഓഫ് യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നതാണ് രണ്ടാമത്തെ ഒരു ഒബ്ജക്ഷനായിട്ട് വരുന്നത്. മൂന്നാമത്തെന്ന് പറഞ്ഞിരിക്കുന്നതാണ് റിലയൻസ് ഓൺ കോമ്പൻസേഷൻ പ്രിൻസിപ്പിൾ. കമ്മ്യൂണിറ്റി ഇൻഡിഫറൻസ് കർവ് ഇൻഹറൻ്റ്ലി ഇൻവോൾവ് ദ ഇൻ്റർപേഴ്സണൽ കമ്പാരിസൺസ് ഓഫ് യൂട്ടിലിറ്റി. സോ നമുക്ക് ഈ ഒരു കമ്മ്യൂണിറ്റി ഇൻഡിഫറൻസ് കർവിൻ്റെ അകത്ത് ഇൻ്റർപേഴ്സണൽ കമ്പാരിസൺ ഓഫ് യൂട്ടിലിറ്റി നോക്കുന്നുണ്ട്. ദ പ്രോബ്ലംസ് അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കുറച്ച് പ്രോബ്ലംസ് വരും. സോ അതിനെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കോമ്പൻസേഷൻ പ്രിൻസിപ്പിൾ കൊണ്ടുവരുന്നത്. ദ ഇൻക്രീസ് ഇൻ ദ ഇൻകം ഡ്യൂ ടു ദ പ്രൈസ് ചേഞ്ച് is enough to compensate the loss of the losses and make at least one person better off. There is an improvement in social welfare. സോ എന്താണ് ഇൻകം ഇൻക്രീസ് പ്രൈസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് ഇൻകം ഇൻക്രീസ് ചെയ്തു എന്ന് പറഞ്ഞിരിക്കുമ്പോൾ എന്താ നമുക്ക് അതിനകത്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്, ലോസേഴ്സിൻ്റെ ലോസ് കോമ്പൻസേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അറ്റ്ലീസ്റ്റ് ഒരു വ്യക്തിനെയെങ്കിലും നമ്മൾ ബെറ്റർ ഓഫ് ആക്കുകയാണ്. സോ സ്വാഭാവികമായിട്ട് സോഷ്യൽ വെൽഫെയർ ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നൊക്കെയുള്ളൊരു കാര്യങ്ങളാണ് ഈ ഒരു കോമ്പൻസേഷൻ പ്രിൻസിപ്പിളിൻ്റെ കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. സോ റിലയൻസ് ഓൺ കോമ്പൻസേഷൻ പ്രിൻസിപ്പിളാണ് ഒരു ഒബ്ജക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇഫ് കോമ്പൻസേഷൻ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിരിക്കുന്നത് മീനിങ് ഫുൾ ആണ് എങ്കിൽ കമ്മ്യൂണിറ്റി ഇൻഡിഫറൻസ് കർവിന് ഒരുപാട് റെലവൻസ് ഉണ്ടായിരിക്കും. ഒരുപാടല്ല, കുറച്ച് റെലവൻസ് ഉണ്ടായിരിക്കും. ബട്ട് ലൈക്ക് അതർ വെൽഫെയർ ക്രൈറ്റീരിയ, കോമ്പൻസേഷൻ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു തിയററ്റിക്കൽ ആൻഡ് പ്രാക്ടിക്കൽ പിറ്റ്ഫോൾസ് ഉള്ള ഒരു പ്രിൻസിപ്പിളാണ്. അതുകൊണ്ട് തന്നെ കോമ്പൻസേഷൻ പ്രിൻസിപ്പിളിന് സ്ട്രിക്റ്റ് വാല്യൂ ജഡ്ജ്മെൻ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിനൊരു യൂണിവേഴ്സൽ ആപ്ലിക്കബിലിറ്റി ഇല്ല. സോ നമുക്ക് അതൊരു ഒബ്ജക്ഷനായിട്ട് നിൽക്കുകയാണ്. ദെൻ നാലാമത്തത് വരുന്നതാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം, അതിനകത്തുണ്ടാകുന്ന ചേഞ്ച്. Metzler pointed out that the real national income and its distribution among individuals has much effect upon the community indifference curve. So ഈ ഇൻകത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, ഇൻഡിവിജ്വൽസിൻ്റെ ഇടയ്ക്ക് ഇൻകത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ടാവുമല്ലോ, സോ അത് ഇൻഡിഫറൻസ് കർവിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് മെറ്റ്ലർ പറയുന്നത്. ആസ് ദ ഇൻ്റർനാഷണൽ ട്രേഡ് കോസസ് ചേഞ്ച് ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം, ഇൻ്റർനാഷണൽ ട്രേഡ് വരുമ്പോഴത്തേക്കും എന്താണ് ഇൻകത്തിൻ്റെ അകത്ത് ചേഞ്ച് വരും. ദർ ആർ ഓൾസോ ഷിഫ്റ്റ്സ് ഇൻ ദിസ് കർവ്, ഈ കർവിൽ കുറച്ച് ഷിഫ്റ്റുകളും ഉണ്ടാകുന്നുണ്ട്. ദിസ് ക്രിയേറ്റ്സ് പ്രോബ്ലം ഇൻ ദ സ്പെസിഫിക് ഡിറ്റർമിനേഷൻ ഓഫ് മീനിങ് ഫുൾ ഇൻഡിഫറൻസ് കർവ് ഫോർ ദ കൺട്രി ആസ് എ ഹോൾ. സോ അപ്പോൾ എന്താ സംഭവിക്കുക, ഈ ഇൻകത്തിൻ്റെ അകത്തുണ്ടാകുന്ന ചേഞ്ച് അല്ലെങ്കിൽ ഈ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകത്തിൻ്റെ അകത്ത് ഉണ്ടാകുന്ന ചേഞ്ച് ട്രേഡ് എഫക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ആ ഒരു ചേഞ്ച് ഉണ്ടാകുന്നത്. സോ അത് പല ചേഞ്ചസും കമ്മ്യൂണിറ്റി ഇൻഡിഫറൻസ് കർവിൽ ഉണ്ടാക്കും. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും അതൊരു കൺട്രീനെ മുഴുവനായിട്ടും എഫക്റ്റ് ചെയ്യും. സോ സ്വാഭാവികമായിട്ടും ദ ചേഞ്ചസ് ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ഈസ് ഓൾസോ പൊസസിങ് ആൻ ഒബ്ജക്ഷൻ ടു ദ കമ്മ്യൂണിറ്റി ഇൻഡിഫറൻസ് കർവ്. ദെൻ ഇനി നമ്മൾ നോക്കുന്നത് ചേഞ്ച് ഇൻ ഫാക്ടർ പ്രൈസസ് ആണ്. ജോൺസൺ എന്ന് പറഞ്ഞിരിക്കുന്ന ഇക്കണോമിസ്റ്റിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇൻകത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് സ്റ്റേബിൾ ആക്കാൻ പറ്റുന്ന സമയം എന്ന് പറഞ്ഞിരിക്കുന്നത് ഫാക്ടർ പ്രൈസസും ജനങ്ങളുടെ പ്രിഫറൻസസും കോൺസ്റ്റൻ്റ് ആയിരിക്കുന്ന സമയത്താണ്. പക്ഷേ ഇൻ്റർനാഷണൽ ട്രേഡും അല്ലെങ്കിൽ ഡൊമസ്റ്റിക് പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസും ഈ ഫാക്ടർ പ്രൈസസിൽ ചേഞ്ച് ഉണ്ടാക്കുന്നു. സോ സ്വാഭാവികമായിട്ടും എന്താ സംഭവിക്കുക, ഇൻകം ഡിസ്ട്രിബ്യൂഷൻ്റെ അകത്തും ചേഞ്ച് ഉണ്ടാകും. അത് will cause the change in the different people's preferences and cause the aggregate change in the preference system. So അത് ടോട്ടലി ഒരു ഒബ്ജക്ഷൻ ആണ് കമ്മ്യൂണിറ്റി ഇൻഡിഫറൻസ് കർവിന്. വരുന്ന ലാസ്റ്റ് വൺ എന്ന് പറഞ്ഞിരിക്കുന്നതാണ് ഡിഫിക്കൽട്ടി ഇൻ ദ മെഷർമെൻറ്റ് ഓഫ് പ്രൈസ് ചേഞ്ച്. കിൻഡിൽബർഗർ ഡസ് നോട്ട് ഡൗട്ട് ദ പോസിബിലിറ്റി ഓഫ് ചേഞ്ച് ഇൻ ഫാക്ടർ പ്രൈസസ്. He has raised a fundamental objection that it is operationally difficult or almost impossible to measure the pre-trade and post-trade changes in prices. So അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രീ ട്രേഡ് അതുപോലെ തന്നെ പോസ്റ്റ് ട്രേഡ് ആ ചേഞ്ചസിനെ മെഷർ ചെയ്യുന്നത് വളരെയധികം ഇമ്പോസിബിൾ ആണ് എന്നുള്ള ഒരു കാര്യമാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. Unless the extent of price variation is precisely determined, it is not only difficult to measure exactly the income distribution, but difficulty arises also in the determination of trade equilibrium. ട്രേഡ് ഇക്വിലിബറിയത്തിലും ഇൻകം ഡിസ്ട്രിബ്യൂഷനിലും ഇങ്ങനെ വരുന്ന ചേഞ്ചസ് ഒരുപാട് എഫക്റ്റ് ചെയ്യുന്നു. ഇൻ ദ വ്യൂ ഓഫ് ഇറ്റ്സ് സ്ട്രക്ചറൽ ആൻഡ് പ്രാക്ടിക്കൽ ഡെഫിഷ്യൻസീസ്, ഹെബ്രലർ ഡിസ്മിസ്ഡ് ദിസ് ഡിവൈസ് ആസ് unsatisfactory. Wenig recognized that
ദ കോൺസെപ്റ്റ് വാസ് യൂസ്ഡ് ഫ്രീക്വൻ്റ്ലി ബട്ട് ഇറ്റ് വാസ് വീക്ക് ആൻഡ് ഷേക്കി. സോ അത് കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരുപാട് പ്രാക്ടിക്കൽ ഡെഫിഷ്യൻസീസ് കമ്മ്യൂണിറ്റി ഇൻഡിഫറൻസ് കർവിന് ഉണ്ടാകുമെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഈ വാനേക്കൊക്കെ റെക്കഗ്നൈസ് ചെയ്തു ഈ കൺസെപ്റ്റ് ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇറ്റ് ഇസ് വീക്ക് ആൻഡ് ഷേക്കി. While making assessment of community indifference curve, he came to understand this. Stephen says that there is a striking contrast between the quite vague and tenuous nature of the concept of reliable commodity indifference curves on one hand and the definite and forcefully stated conclusions which those who use the term claim to reach. Despite its flaws, many economists still rely upon them for analyzing trade equilibrium and several other fields of economic investigation. സോ ഈ ഒരു കമ്മ്യൂണിറ്റി ഇൻഡിഫറൻസ് കർവിന് നമ്മൾ പറഞ്ഞു കുറേ ഡെഫിഷ്യൻസീസ് അല്ലെങ്കിൽ ക്രിറ്റിസിസംസ് നമ്മൾ പറയുണ്ടായി അല്ലേ. സോ ഇങ്ങനത്തെ ഒരുപാട് ഫ്ലോസും പ്രോബ്ലംസും ഒക്കെ ഉണ്ടെങ്കിൽ പോലും പല ഇക്കണോമിസ്റ്റുകളും ട്രേഡ് ഇക്വിലിബ്രിയം അനാലിസിസിനും ഇക്കോണമിക് ഇൻവെസ്റ്റിഗേഷൻസിന് വേണ്ടിയിട്ടും ഇപ്പോഴും കമ്മ്യൂണിറ്റി ഇൻഡിഫറൻസ് കർവ് യൂസ് ചെയ്യുന്നു. സോ ഇതാണ് കമ്മ്യൂണിറ്റി ഇൻഡിഫറൻസ് കർവിൻ്റെ ഒരു ജിസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് കൈൻഡ്ലി കമൻറ്റ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചാനൽ യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ദി ചാനൽ സോ ദാറ്റ് ഇത് എനിക്കൊരു ബൂസ്റ്റപ്പാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കിട്ടുകയും ചെയ്യും. സോ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ എന്തെങ്കിലും ലെക്ചേഴ്സ് എടുക്കണം എന്നുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സമയം പോലെ ദാറ്റ് ലെക്ചേഴ്സ് വിൽ ബി ടേക്കിംഗ്. So thank you so much. Enjoy learning and God bless.